ഹലോ ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ചെറിയ സിമ്പിളായിട്ട് തക്കാളി കറി ആക്കുന്നത്. രാവിലെ തന്നെ തക്കാളിയും ഉള്ളി ആവശ്യത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അരിഞ്ഞതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച ശേഷം നമുക്ക് വേണ്ട ഉപ്പ് നമ്മൾ ഇപ്പം ജസ്റ്റ് ഇട്ടാൽ മതി. പിന്നെ നമുക്ക് ഉപ്പ് നോക്കിയിട്ടിടാം. ഉപ്പ് ആവശ്യത്തിന് ഉപ്പിടുക. അതിനുശേഷം പറങ്കിപ്പൊടി, പറങ്കിപ്പൊടി ആവശ്യത്തിന് ഇതിന് പറങ്കിപ്പൊടി ഇടുക. നല്ല കളറിന് വേണ്ടിട്ട് അധികം എരിവുണ്ടാവില്ല. ഇതെന്ന് വെച്ചാൽ കാശ്മീരി മുളക് പൊടിയാണ്. ഇത് മിക്സ് രണ്ടും തമ്മിൽ മിക്സാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഇടുക. അതിനുശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇത് അടുപ്പത്ത് വെക്കണം. ഇത് അടുപ്പത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേകാനുള്ള സമയം നമ്മൾ ഇതിന് കൊടുക്കണം. വെന്ത് വരുന്നുണ്ട്. തക്കാളി ഉള്ളി കൂടെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കണം. അരപ്പ് തയ്യാറാക്കുന്നുണ്ട്. നമുക്ക് ഈ തേങ്ങ ഒന്ന് ചിരകിയിട്ട് വരാം. അപ്പോഴേക്ക് ഇതിങ്ങനെ വെന്തിട്ട് റെഡിയാവും. എന്നിട്ട് നമുക്കിതിലേക്ക് അരപ്പ് കൊടുക്കാം. ഇനി ഉപ്പുണ്ടോ നോക്കിയിട്ട് നമുക്ക് നമുക്ക് അത്ര ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കണം. കറിക്കുള്ള അരപ്പിനുകൊണ്ട് തേങ്ങ ചിരകി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പാളിപ്പോയി. എന്താ വെച്ചാൽ തേങ്ങ ജസ്റ്റ് അതിങ്ങനെ ചിരട്ടയിൽ തന്നെ ഇങ്ങനെ വന്നു. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിന് ആവശ്യത്തിന് ഇനി ഇതിലേക്ക് ജീരകം ഇടണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ജീരകം ഇടുക. അധികമൊന്നും വേണ്ട, കുറച്ചേ വേണ്ടൂ. ജീരകം ഇട്ടിട്ട് ഈ തേങ്ങ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് വരാം കേട്ടോ. നമ്മൾ തേങ്ങ അരച്ച് അരപ്പ് റെഡി ആയിട്ടുണ്ട്. അത് നല്ല സാവധാനം ഇതിലേക്ക് ചേർക്കും. എന്നിട്ട് ഇത് ചേർത്ത ശേഷം ഒന്ന് തിളക്കാൻ സമയം കൊടുക്കണം. നമ്മൾ തിളച്ച ശേഷം നമുക്ക് ഇതിലേക്ക് കടുക് കറിവേപ്പിലയൊക്കെ വറുത്തിടാം. നമുക്കിതിലേക്ക് കടുകും കറിവേപ്പിലയും പറിച്ചിടാം. കറി നന്നായിട്ട് തിളച്ച് വന്ന് കണ്ടോ. ഇനി നമുക്കിതിലേക്ക് കടുകും കറിവേപ്പിലയും കൂടെ വറുത്തിടാം. ഇവാനി കറിവേപ്പിലോട്ട് മോളെ കൊടുത്താ. ഇവാനി മോളെ രാവിലെ തന്നെ എണീച്ച് അമ്മേനെ സഹായിക്കുന്നുണ്ട്. കണ്ടാ കറിവേപ്പിലെല്ലാം എടുത്തുനിന്ന് സഹായിക്കുന്നുണ്ട്. ഇതിൽ വറുത്തിടാം ഇവാനി. എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ശേഷം ആവശ്യത്തിനനുസരിച്ച് കടുക് അതിലേക്ക് ഇടുക. കടുക് പൊട്ടുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഈ കറിവേപ്പിലിട്ട് ശേഷം ഇതങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ നമ്മൾ തക്കാളി കറി റെഡിയായി. കേട്ടോ. ഇത്രയേ ഉള്ളൂ തക്കാളി കറി. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്.